ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞങ്ങൾ ഓണം പർച്ചേസിങ്ങുമായിട്ട് വന്ന് പെട്ടേക്കണം സ്റ്റുഡിയോയിലാട്ടോ. നല്ല അടിപൊളി ഷോറൂം ആട്ടോ, കാണാനും നല്ല അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈഫ് എൻ്റെ കയ്യിൽ ബാഗ് കൊണ്ടുവന്ന് വന്നിട്ട് പറഞ്ഞു, ചുമ്മാ വീഡിയോ എടുത്തുകൊണ്ട് കിടക്കാണ്ട് ഇതും പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് വൈഫ് എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനായിട്ട് അവിടെ കിടന്ന് വട്ടം തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഷൂസുകൾ കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുകൂടാതെ നമുക്ക് നല്ല ക്വാളിറ്റി നമുക്ക് ആ ഷൂസുകളിൽ നമുക്കത് തോന്നിക്കും കേട്ടോ, കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ റേറ്റ് ആണെങ്കിൽ വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ എവിടെ ചെന്നാലും എനിക്കൊരു സ്വഭാവമുള്ളത് കാരണം ഞാൻ എൻ്റെ സ്വന്തം സ്വഭാവം അവിടെ കാണിച്ചിട്ടോ. കാരണം വേറെ ഒന്നുമില്ല, സെൽഫി എടുക്കലായിരുന്നു കേട്ടോ. ഞാൻ 2 സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഫ് നല്ല പർച്ചേസിങ്ങൊക്കെ ആയിട്ട് കഴിഞ്ഞ് വന്നു കേട്ടോ. എന്നിട്ട് ആ ബാഗ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത്ര നാൾ ചേട്ടായി അല്ലേ മേടിച്ചത്, ഇപ്രാവശ്യം എല്ലാവർക്കും ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിപ്പോയി. ജെൻസ് വെയറിൽ ഇഷ്ടം പോലെ ഐറ്റംസുകൾ, നല്ല നല്ല ചെരുപ്പുകൾ, പാൻസുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു ജീൻസും ടീഷർട്ടൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് പറയുന്നത് കഴിഞ്ഞിട്ടില്ല, സീമാസി പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ സീമാസി പോയി കേട്ടോ. സീമാസിൽ വീഡിയോസൊക്കെ എടുത്ത് കറങ്ങി നടക്കുന്ന സമയത്ത് നോക്കുമ്പോൾ വൈഫിനെ കാണാനില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് സൈഡിൽ ഒരു കസേര ഇട്ടേക്കണമുണ്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരെണ്ണമല്ല, കുറേ കസേരയുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് പെട്ടുപോകുന്ന ഭർത്താക്കന്മാർക്ക് ഇരിക്കാനുള്ള കസേരയാണെന്ന് മനസ്സിലായി കേട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാട്ടോ. രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ 10 മണിക്ക് ഇറങ്ങിയിട്ട് 2:30ക്കാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. ആ ഇരിക്കുന്നവരെല്ലാവരും ഇങ്ങനെ പെട്ടുപോയവരാട്ടോ. ഇങ്ങനെ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പർച്ചേസിങ് കഴിഞ്ഞ് നേരെ പാലക്കാട് ബസ്സിനൊക്കെ കയറി പോണ വഴിക്ക് പറഞ്ഞ് എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ചു. വൈഫ് ബിരിയാണിയൊക്കെ മേടിച്ച് തന്നു. ഞങ്ങൾ ആ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായി ഹാപ്പിയായി ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ പോയി കേട്ടോ. ഓക്കെ, ബൈ.